നമസ്തേ. അക്ഷയ തൃതീയ മേടമാസത്തിലെ ശുക്ലപക്ഷത്തിൽ 3-ാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയയായി ആചരിക്കുന്നത്. ഈ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒരിക്കലും അവസാനിക്കില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൃതയുഗം ആരംഭിച്ച ദിവസം ബലഭദ്ര പരശുരാമ ജന്മദിനം, അന്നപൂർണേശ്വരി അവതാരം, കൂടാതെ പൂർണ്ണ സംപ്രീതയായി മഹാലക്ഷ്മി അനുഗ്രഹം ചൊരിയുന്ന ദിവസം തുടങ്ങി ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ഒട്ടേറെയാണ്. സംസ്കൃതത്തിൽ ഈ വാക്കിന് സന്തോഷം, വിജയം, ഒരിക്കലും കുറയാത്തത്, പ്രത്യാശ എന്നൊക്കെയാണ് അർത്ഥം. തൃതീയ എന്നാൽ ചന്ദ്രൻ്റെ 3-ാം ഘട്ടമെന്നാണ് പറയുന്നത്. വസന്തമാസമായ വൈശാഖത്തിലെ 3-ാം ചാന്ദ്രദിനത്തിൽ ആചരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ പേര് വരാൻ കാരണമായത്. വരൾച്ചയാൽ വേവുന്ന ഭൂമിക്ക് ആശ്വാസമായി ഭഗീരഥന്റെ തപശക്തിയാൽ ദേവഗംഗ ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയ ദിവസം കൂടിയാണെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഗംഗാസ്നാനം അതിവിശേഷമാണ്. യുഗാതിഥികൾ ചെയ്യുന്ന ശ്രാദ്ധകർമ്മങ്ങൾ പിതൃക്കൾക്ക് അതീവ പ്രീതികരമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, കൃതയുഗ ആരംഭ ദിനമാകയാൽ അന്നു ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒരിക്കലും ക്ഷയിക്കില്ലെന്നതുകൊണ്ടാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. ഈ ദിവസം ദാനധർമാദികൾ നടത്തുന്നത് വളരെ വിശേഷമാണ്. കുട, ചെരുപ്പ്, വസ്ത്രം, വടി, പണം, വിശറി, ധാന്യങ്ങൾ ഇവയൊക്കെ ദാനം ചെയ്താൽ വളരെ പുണ്യമെന്ന് കരുതുന്നു. വിഷ്ണു ധർമ്മസൂത്രപ്രകാരം അന്നേ ദിവസം അനുഷ്ഠിക്കുന്ന ഉപവാസം, വിഷ്ണുവിന് അന്നം സമർപ്പിക്കുക, അഗ്നിദേവനെ പ്രീതിപ്പെടുത്തി ശേഷം ദാനധർമാദികൾ നടത്തുക ഇവയൊക്കെ അതിവിശേഷമാണെന്നും, കൂടാതെ പുണ്യതീർത്ഥ സ്നാനം, പിതൃതർപ്പണം മുതലായവ കൊണ്ട് അക്ഷയഫലം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. ഈ ദിവസം ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ എന്ന ലക്ഷ്മീ നാരായണ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമെന്നാണ് ആചാര്യമതം. നമസ്തേ.